നമുക്കിന്ന് വറുത്തരച്ച ചിക്കൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് പിടിയുടെ കൂടെ കഴിക്കാനൊക്കെ വളരെ ടേസ്റ്റിയാണ്. അതേപോലെ അപ്പം, ഇടിയപ്പം, ചപ്പാത്തിയുടെ ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതിന് വേണ്ടിയിട്ടുള്ള ഗരം മസാലപ്പൊടി ആദ്യം തയ്യാറാക്കാം. അതിനായിട്ടൊരു പാൻ ചൂടാക്കിയിട്ട് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. 5 ഏലക്ക ഇട്ട് കൊടുക്കാം. ഒരു തക്കോലം ചേർക്കാം. ഇനി ഒരു കഷ്ണം കറുവപ്പട്ട ചെറുതായി ഒന്ന് ഒടിച്ചിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കാം. ഇനി തക്കോലം ഒന്ന് ചെറുതായിട്ട് ഒടിച്ചിട്ടിട്ട് ഇത് നന്നായിട്ട് ചൂടായി വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോൾ മിക്സിയിലിട്ട് നന്നായി പൊടിച്ചെടുത്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇത് മുഴുവനും ചേർക്കേണ്ട കാര്യമില്ല. കറി തയ്യാറാക്കുമ്പോൾ ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി. ഇതതിൻ്റെ മണമൊന്നും പോവാതെ നമ്മൾ ഉപയോഗിക്കുന്നിടം വരെ അടച്ചു തന്നെ സൂക്ഷിക്കുക. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ വറുത്തരച്ചെടുക്കാം. അതിനായിട്ട് ആ സെയിം പാനിലേക്ക് തന്നെ 1 കപ്പ് തിരുമിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരേപോലെ വറുത്ത് കിട്ടുന്നതിനായിട്ട് മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി 5 ചുവന്നുള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. 5-6 കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർക്കാം. ഇനി ഇത് തേങ്ങ നല്ല ബ്രൗൺ നിറം ആകുന്നിടം വരെ ചെറിയ തീയിലിട്ട് വറുത്തെടുക്കാം. വറുത്തരച്ച് ചെമ്മീൻ തീയൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് കൊഞ്ച് തീയൽ. അപ്പോൾ അത് കാണാൻ മറക്കരുത്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി തേങ്ങയെല്ലാം ഏകദേശം ബ്രൗൺ ആയി തുടങ്ങി. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇനി ഇത് കരിഞ്ഞു പോവാതെ നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം എല്ലാം പോകുന്നിടം വരെ വഴറ്റിയെടുക്കണം. അപ്പോൾ തേങ്ങ ശകലം കൂടെ ബ്രൗൺ ആകാനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് പൊടികളിട്ട് മൂപ്പിക്കുന്ന സമയം കൊണ്ട് അതെല്ലാം നന്നായിട്ട് കറക്റ്റ് പാകത്തിനായി കിട്ടും. കരിഞ്ഞു പോകാതെ ഇതേപോലെ തന്നെ വറുത്തെടുക്കണം, ഇല്ലെങ്കിൽ ടേസ്റ്റ് വ്യത്യാസം വരും, കയ്പ്പ് രുചി ഉണ്ടാവും. ഇനി ഇത് ചൂടാറുന്നതിനായിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം, ഇല്ലെങ്കിൽ ഈ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഞാൻ തീയൽ ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇത് വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. വെള്ളം ചേർത്ത് അരച്ചു കഴിഞ്ഞാൽ ടേസ്റ്റ് മാറും. അപ്പോൾ ആ വറുത്തരച്ച കറിയുടെ ടേസ്റ്റ് കിട്ടത്തില്ല. ഇത് ചെറിയ ചൂടോടെ തന്നെ അരച്ചെടുക്കുക. അപ്പോൾ അതിൽ എണ്ണയൊക്കെ ഇറങ്ങിയിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടും. ഇനി ആ സെയിം പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ചുവന്നുള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചെടുത്തത്, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കാം. തേങ്ങ വറുത്തരയ്ക്കുന്ന കറി തണുത്ത് കഴിയുമ്പോൾ കുറച്ച് കുറുകിപ്പോവും. അതുകൊണ്ട് കൂടുതൽ സവാള ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. ഇതിൽ കൊച്ചുള്ളി ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ആ ഉള്ളി ചെറുതായിട്ട് വഴണ്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചച്ചോവ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കിലോ ചിക്കൻ വൃത്തിയാക്കി ചേർത്ത് കൊടുക്കാം. അത് എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ആ തേങ്ങ വറുത്തരച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചെറുതായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഗരം മസാലയിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന ഗരം മസാലയുടെ ടേസ്റ്റ് മണം അനുസരിച്ചിട്ട് ആദ്യം കുറച്ച് ഉപയോഗിച്ച് നോക്കുക. വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ആ മസാല എല്ലായിടത്തും പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചത്. അപ്പം ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കരുത്. അപ്പോൾ ചിക്കനിലേക്ക് നന്നായിട്ട് മസാല ടേസ്റ്റ് ഒന്നും പിടിക്കത്തില്ല. ഇനി ഇത് 5 മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളകും മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ എരിവ് കൂടുതൽ വേണ്ടവർ കുറച്ച് പച്ചമുളകും കൂടെ ഇപ്പം ചേർത്താൽ മതി. ഇനി ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ചിക്കനൊക്കെ നല്ല ചൂടായിരിക്കുന്നത് കാരണം അതിലേക്ക് തണുത്ത വെള്ളം ഒഴിക്കരുത്. ചെറിയ ചൂടുവെള്ളം ഒഴിച്ചാൽ മതി. വിൻ്റർ ടൈമിലോ അല്ലെങ്കിൽ തണുപ്പ് സ്ഥലത്തൊക്കെ താമസിക്കുന്നവർ തണുത്ത വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ചിക്കൻ അത് റബ്ബർ പോലെ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് വെള്ളം ഒന്ന് ചൂടാക്കിയിട്ട് ഒഴിക്കാൻ പറഞ്ഞത്. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം. മീഡിയം ഹീറ്റിൽ തന്നെ വെച്ച് വേവിച്ചെടുക്കുക. ചിക്കൻ വെന്തതിന് ശേഷം ഒരു 10 മിനിറ്റോളം ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കണം. അടച്ചു വെച്ചിട്ട് തന്നെ വേവിക്കണം. തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗരം മസാലയുടെ മണമൊക്കെ നഷ്ടപ്പെടും. ഇതൊന്ന് തുറന്ന് നോക്കാം. ഇനി വറുത്തരച്ച കറിയായതുകൊണ്ട് തേങ്ങയിൽ നിന്നുള്ള എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ആ ചിക്കൻ നന്നായി വെന്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ എണ്ണ മുകളിൽ തെളിഞ്ഞു വരത്തുള്ളൂ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് താളിക്കുന്നതിനായിട്ട് ഒരു പാനിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. 1 നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ഉണക്കമുളക് ഒന്ന് കീറി ഇട്ട് കൊടുക്കാം. 3 ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ചേർക്കാം.
ഇനി ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ആ ചുവന്നുള്ളിയൊക്കെ നല്ല ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചിക്കൻ കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് വറുത്തരച്ച കറി ആയതുകൊണ്ട് ഓൾറെഡി അതിന് എണ്ണയൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ അത് നമ്മൾ വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കുമ്പോൾ ഈ കടുക് വറുത്ത് താളിക്കണമെന്നൊന്നും നിർബന്ധമില്ല. ഇതിൻ്റെ ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് പിടിയാണ്. പിടിയുടെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അതേപോലെ അപ്പം, ഇടിയപ്പം, ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നന്നായി സപ്പോർട്ട് ചെയ്യുക. ഇനി നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.